നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 25. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. മുഹറത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് നാളെ അവധിയായതിനാൽ തന്നെ ഇന്നുകൊണ്ട് 3 ദിവസങ്ങളുള്ള ലോങ് വീക്കെൻഡിലേക്കാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് കടക്കാൻ വേണ്ടി പോകുന്നതും. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള ലോങ് ടൈം എഗ്രിമെന്റിൽ തന്റെ എല്ലാ ഡിമാൻഡും ഇറാൻ അംഗീകരിച്ചെന്നും, എന്നാൽ നെഗോസിയേഷൻ നടന്ന സമയത്ത് ഇറാന്റെ ഷിപ്പിംഗ് ഫീസ്, അതായത് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും ഒരു നിശ്ചിത തുക ഇറാൻ ഏർപ്പെടുത്തുമെന്നുള്ള ഡിമാൻഡിനെ ട്രംപ് നിരസിച്ചതായിട്ടും അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഈ നടപടിക്കെതിരെ അസ്വീകാര്യമാണെന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. അതല്ലാതെ കാര്യമായ പുതിയ റിപ്പോർട്ട്സ് ഒന്നും ഇറാൻ US പീസ് ഡീലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ ഇറാൻ US ഡീലിനെ കുറിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് റിപ്പോർട്ട്സ് ഒന്നും ഇതുവരെ ഇല്ലതാനും, അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലാകമാനം കുഴപ്പമില്ലാതെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി നിഫ്റ്റിയുടെ ശക്തമായ റെസിസ്റ്റൻസ് ലെവലായ 24,100, 24,200 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ ശക്തമായിട്ടുള്ള ഒരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. കാരണം 24,100ഉം 24,200 എന്നീ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-day EMA നിലകൊള്ളുന്നതും. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 23,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 23,750 എന്ന ലെവൽ ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ 23,750 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നും നാളെയും ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഇന്ന് ഒത്തിരിയേറെ നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി US നിന്നും. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി US നിന്നും ക്വാർട്ടർ 1ലെ ക്വാർട്ടർ 2 ക്വാർട്ടർ ഫൈനൽ GDP ഗ്രോത്ത് റേറ്റിന്റെയും മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, പേഴ്സണൽ സ്പെൻഡിംഗ്, കോർ PCE പ്രൈസ് ഇൻഡെക്സ്, പേഴ്സണൽ ഇൻകം തുടങ്ങിയ പ്രധാനപ്പെട്ട ഡേറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. എന്നാൽ നാളെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളൊന്നും നിലനിൽക്കുന്നതുമില്ല. ഇറാൻ US പീസ് ഡീലിന് മുകളിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്നും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അയഞ്ഞതിനെ തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടായ ഇടിവിന്റെ ഫലമായിട്ടും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തി ആർജിക്കുവാൻ സാധിച്ചു. തൽഫലമായി നേട്ടത്തോടുകൂടി തന്നെ നിഫ്റ്റിയുടെ കൺസോളിഡേഷൻ ലെവലില് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വീണ്ടും 1,843.40 കോടി രൂപയ്ക്ക് സെല്ലിംഗ് വീണ്ടും ആരംഭിക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,637.26 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ബാങ്കിംഗ് സ്റ്റോക്കുകൾക്ക് ADRലും ഇന്നലെ അവയുടെ നേട്ടം തുടരുവാനായി ആക്സിസ് ബാങ്ക് ADRന് 1.67%, ഡോക്ടർ റെഡ്ഡീസിന് 2.5%, HDFC ബാങ്ക് ADRന് 2%, ICIC ബാങ്ക് ADRന് 2.5%, ഇൻഫോസിസിന് 1.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ വിപ്രോ ADRന് 4.37% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി ഇന്നലെ 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും US മാർക്കറ്റുകൾക്ക് ഇടിവ് തുടരേണ്ടതായിട്ട് വന്നു. അവസാന 2 ട്രേഡിംഗ് സെഷന് വിപരീതമായി ഇന്നലെ നേരിയ ഇടിവ് മാത്രമേ ഇരു ഇൻഡെക്സിനും നേരിടേണ്ടതായിട്ടും വന്നുള്ളൂ. S&P 500ന് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും നാസ്ഡാക്കിന് 0.43% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.62% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഒരു കാര്യം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്, നിലവിൽ 75
പോയിന്റുകളുടെ പോസിറ്റീവ്നെസ്സോട് കൂടിയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2-3 ട്രേഡിംഗ് സെഷനുകളായിട്ട് മാർക്കറ്റിൽ അനുഭവപ്പെടുന്ന ശക്തമായ വോളറ്റാലിറ്റിയുടെ ഫലമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോഴുള്ള ലെവലുകളിലല്ല 2 മണിക്കൂറിന് ശേഷം നിഫ്റ്റി ഓപ്പൺ ആകുന്നതും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതകളുമുണ്ട് വോൾട്ടാലിറ്റി ഉള്ളതിനാൽ തന്നെ. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 3% കൊറിയൻ മാർക്കറ്റ് 4.5% നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെൻ ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഇടിവ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബ്രെൻ ക്രൂഡിന്റെ വില $73.31 ക്രൂഡ് ഓയിലിന്റെ വില $69.95 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി $3997.23 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ മന്ത്ലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. PCR 1.2 എന്ന നിലയിലും മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് മിനിങ്ങാന്ന് നഷ്ടപ്പെട്ട നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAയിലുള്ള ഗ്രിപ്പ് വീണ്ടും നിഫ്റ്റിക്ക് തിരിച്ചു പിടിക്കുവാനും സാധിച്ചു. തൽഫലമായി ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് ഇന്നലെ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 56.24 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. LIC ജൂലൈ 14, 2026 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും ശ്രീ സുനിൽ അഗർവാൾ രാജിവെച്ചു. NLC ഇന്ത്യ ഒഡീഷയിൽ 1000 മെഗാവാട്ട് റിന്യൂവബിൾ ഊർജ്ജ പദ്ധതിയുടെ സ്ഥാപനം, പ്രവർത്തനം, പരിപാലനം എന്നിവയ്ക്കായിട്ട് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ NLC ഇന്ത്യ റിന്യൂവബിൾസിന് ഒറേഡേയുമായി ഒരു ജോയിന്റ് വെഞ്ചർ കരാറിൽ ഒപ്പുവെച്ചു. ഭാരതി എയർടെൽ S&P ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി സ്റ്റോക്കിന്റെ ലോങ് ടേം ഇഷ്യൂവർ ക്രെഡിറ്റ് റേറ്റിംഗ് BBBയിൽ നിന്നും BBB+ അപ്ഗ്രേഡ് ചെയ്തു. ജൂബിലന്റ് ഫാർമനോവ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ജൂബിലന്റ് ജനറിക്സിന് 2023-24 അസസ്മെന്റ് വർഷത്തേക്കുള്ള ടാക്സ് തിരുത്തൽ ഉത്തരവ് ലഭിച്ചു. ടോട്ടൽ ടാക്സ് ആയിരുന്ന 107.89 കോടി രൂപയിൽ നിന്നും വെട്ടിക്കുറച്ചുകൊണ്ട് 42.41 കോടി രൂപയായിട്ട് ചുരുക്കി. HCL ടെക്നോളജീസ് നോക്കിയയുമായിട്ടുള്ള വിപുലീകൃത പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചു. ഗാർവെയർ ഹൈടെക് ഫിലിംസ് 5 വർഷത്തേക്ക് വൈസ് ചെയർപേഴ്സണും ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ശ്രീമതി മോണിക്ക ഗാർവാറെ വീണ്ടും നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ജൂൺ 24, അതായത് ഇന്നലെ മുതൽ കമ്പനി അതിന്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റിന്റെ ഇഷ്യൂ ആരംഭിച്ചിട്ടുണ്ട്. 613 രൂപ 69 പൈസ per ഷെയർ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നതും. ICICI ബാങ്ക് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ 2% വരെ അധിക ഓഹരി പങ്കാളിത്തം വാങ്ങുവാനായിട്ടുള്ള ICICI ബാങ്കിന്റെ നിർദ്ദേശത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്ത്യ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ് കമ്പനിയുടെ പ്രൊമോട്ടറായ ഗീതാറാം 71,559 അഡീഷണൽ ഷെയർസ് അഥവാ 0.86% സ്റ്റേക്ക് വാങ്ങി. ഷാഡോ ഫാക്സ് ടെക്നോളജീസ് മീറെ അസറ്റ് ലേറ്റ് സ്റ്റേജ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് സ്റ്റോക്കിലെ 0.97% ഓഹരികൾ അഥവാ 56.5 ലക്ഷം സ്റ്റേക്ക് 212 രൂപ per ഷെയർ നിലയിൽ 119.78 കോടി രൂപയ്ക്ക് വിറ്റഴിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.